പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾക്ക് വിവാഹം വേണ്ടേ വേണ്ട. സമീപകാലത്തെ പല സർവേകളിലും പെൺകുട്ടികൾ തങ്ങളുടെ നിലപാട് തുറന്നു പറയുന്നുണ്ട്. എന്തുകൊണ്ടാകാം കേരളത്തിൽ ഇത്തരമൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്നത്? സ്വന്തം വീട്ടിൽ അമ്മ നേരിട്ട തിക്താനുഭവങ്ങൾ കണ്ടു വളർന്നവർ, വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന ആശങ്കയുള്ളവർ, ഗാർഹിക പീഡനത്തോട് ഭയമുള്ളവർ. പുതിയ പിള്ളേര് ഇങ്ങനെ ചിന്തിക്കുന്നതിനെ എങ്ങനെ തെറ്റു പറയാൻ പറ്റും? അതുപോലുള്ള പേടിപ്പെടുത്തുന്ന കഥകളാണ് ചില വീടുകളിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ നാടാണിത്. മലപ്പുറം അരീക്കോട് നിന്ന് മറ്റൊരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കൂടി പുറത്തു വരുന്നു. ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് ക്രൂരമായി കഴുത്തറുത്ത് കൊന്നത് പട്ടാപ്പകലാണ്. ഇങ്ങനെ ഇരകളാകാൻ മാത്രം വിധിക്കപ്പെട്ടവരാണോ സ്ത്രീകൾ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജീവിതത്തിൽ കണ്ണീരും വേദനയും മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട പല സ്ത്രീകളെക്കുറിച്ചും കേൾക്കാറില്ലേ? മലപ്പുറം അരീക്കോട് വടശ്ശേരിയിലെ രേഖ എന്ന യുവതി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇങ്ങനെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. ലൈംഗിക വൈകൃതമുള്ള ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതം നേരിൽ കാണേണ്ടി വന്ന ദുർഗതി. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവ് വിപിൻദാസ് അവരെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് പതിവ്. ഇങ്ങനെ വീട്ടിലെ കലഹം ഒടുവിൽ യുവതിയുടെ ജീവനെടുത്തു. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ വിപിൻ ഭാര്യ രേഖയെ വെട്ടിക്കൊല്ലുകയായിരുന്നു. സ്വയം മുറിവേൽപ്പിച്ച നിലയിൽ കണ്ടെത്തിയ വിപിൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോക്സോ കേസ് ഉൾപ്പെടെ പ്രതിയാണ് വിപിനെന്ന് പോലീസ് പറയുന്നു. അരീക്കോട് വടശ്ശേരിയിൽ വൈകുന്നേരമാണ് സംഭവം. വെറ്റിലപ്പാറ സ്വദേശിയായ വിപിൻദാസ് ആണ് ഭാര്യ രേഖയെ കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. പോക്സോ കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഗുരുതരമായി പരിക്കേറ്റ രേഖയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അരീക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതിയായ വിപിൻദാസിനെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ സ്വയം കഴുത്തു മുറിച്ചിരുന്നു. പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 മലപ്പുറം. റബ്ബർ മരത്തിൽ ചങ്ങല കൊണ്ട് പൂട്ടിക്കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം. മുഖത്ത് തീവെച്ച് കരിച്ചതിൻ്റെ ലക്ഷണങ്ങൾ. വലതുവാരിയലിൽ കുത്തേറ്റ പാട്. കൊല്ലം പുനലൂരിലെ റബ്ബർ തോട്ടത്തിൽ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതാണ്. 40-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചങ്ങല കൊണ്ട് കെട്ടിയിട്ടതാകാമെന്നാണ് സൂചന. ഇടതുകാലിൻ്റെ വൈകല്യമുള്ള ആളാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കുമ്പോഴും ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മരണശേഷമാണ് തീ കത്തിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊല്ലപ്പെട്ടയാളെയും പ്രതികളെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഇടതുകാലിന് വൈകല്യമുള്ളയാളാണ് കൊല്ലപ്പെട്ടത്. വലതുവാരിയലിന് കുത്തേറ്റിട്ടുമുണ്ട്. മുഖത്ത് തീപ്പൊള്ളലിന്റെ ലക്ഷണമുണ്ട്. മരണശേഷമാണ് തീ കത്തിച്ചതെന്നാണ് സംശയിക്കുന്നത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുനലൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അടുത്ത ദിവസങ്ങളിലൊന്നും മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കി. കൊല്ലം റൂറൽ എസ് പി ടി.കെ. വിഷ്ണുപ്രദീപ് IPS സ്ഥലം സന്ദർശിച്ചു. ഓട്ടോപ്സി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മധ്യവയസ്കനായാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. കൊലപാതകം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പുനലൂർ സബ് ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചിട്ട് സമഗ്രമായൊരു അന്വേഷണം പോലീസ് നടത്തുന്നതായിരിക്കും. സ്റ്റാബ് ഇഞ്ചുറി ആണ് മരണകാരണമായിട്ട് മനസ്സിലായിട്ടുള്ളത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ വൻമള വാർഡിൽ മുക്കടവ് ആളുകേറാമല റബ്ബർ തോട്ടത്തിനുള്ളിലാണ് ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോലീസ് സർജന്റെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ഒരു കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് റബ്ബർ മരത്തിൽ ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിൽ സ്വർണ്ണമാലയുണ്ടായിരുന്നു.
സമീപത്തു നിന്നും ഒഴിഞ്ഞ കന്നാസും കുപ്പിയും ബാഗും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. മൃഗീയമായ കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ റബ്ബർ തോട്ടത്തിൽ കാന്താരി മുളക് പറിക്കുന്നതിനായി പോയ തമിഴ്നാട് സ്വദേശിയാണ് മൃതദേഹം ആദ്യം കാണുന്നത്. കുറെ നാളുകളായി ടാപ്പിംഗ് നടത്താതെ കാട് മൂടിക്കിടക്കുന്ന നിലയിലായിരുന്നു റബ്ബർ തോട്ടം. ആളുകൾ നടന്നെത്താൻ നന്നേ ബുദ്ധിമുട്ടുന്ന ചെങ്കുത്തായ മലയുടെ മുകൾ ഭാഗമാണിത്. ഇത്രയും ഉയരമുള്ള മലയുടെ മുകളിൽ ഇടതുകാലിന് സ്വാധീനക്കുറവുള്ള ആൾ എങ്ങനെയെത്തി? ആരാണ് ചങ്ങല കൊണ്ട് ബന്ധിച്ചത്? കൊലപ്പെടുത്തിയത് എന്തിനു തുടങ്ങി? പോലീസിന് കീറാമുട്ടിയായ ചോദ്യങ്ങൾ നിരവധിയാണ്. ന്യൂസ് 18 പുനലൂർ. ആലപ്പുഴ പള്ളിപ്പുറത്തെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ ജീവിതം നിഗൂഢതകൾ നിറഞ്ഞതാണ്. 5 സ്ത്രീകളുടെ തിരോധാന കേസിന്റെ അന്വേഷണം അയാളിലേക്ക് എത്തിയിട്ടും പോലീസിന്റെ ചോദ്യമുനയിൽ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന കാഴ്ച. ജൈനമ്മയെയും ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ആ കേസിൽ സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്യാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി. നിലവിൽ ജൈനമ്മ കൊലക്കേസിൽ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലായിരുന്ന സെബാസ്റ്റ്യനെ 7 ദിവസമാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ആയിഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചേർത്തല പോലീസിന് സെബാസ്റ്റ്യനിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകളിലാണ് ഇതുവരെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ അത് ബിന്ദു കൊലപാതക കേസാണ് എന്നുള്ളതാണ് പ്രത്യേകത. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ സെബാസ്റ്റ്യൻ എന്ന സൂത്രശാലിയായ കുറ്റവാളിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന സെബാസ്റ്റ്യൻ ആലപ്പുഴ അന്വേഷണ സംഘത്തിന് മുന്നിൽ സ്ഥിരം നമ്പറുകൾ ഇറക്കാതിരിക്കില്ല. ജൈനമ്മ കേസിൽ പിടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഒന്നും അറിയില്ല എന്ന സ്ഥിരം പല്ലവി ഇത്തവണ സ്വന്തം നാട്ടിലെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ വിലപ്പോകില്ല. ശാരീരിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോട്ടയം ജില്ലാ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് സെബാസ്റ്റ്യനെ മാറ്റിയിരുന്നു. അവിടെ നിന്നാണ് ചേർത്തല കോടതിയിൽ ഇന്ന് എത്തിച്ചത്. ആയിഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് ഇരുവരുടെയും അടുത്ത സുഹൃത്തായ റോസമ്മ വെളിപ്പെടുത്തിയിരുന്നു. റോസമ്മ, ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങിയ സതീശൻ എന്നിവരെ പോലീസ് നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. കേസുകളുമായി ബന്ധപ്പെട്ട ഇതര സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ തെളിവെടുപ്പിനായി സെബാസ്റ്റ്യനെ കൊണ്ടുപോകുമെന്ന സൂചനയും ക്രൈംബ്രാഞ്ച് നൽകുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ സിനിമാ നടന്മാർ മാത്രമല്ല കുടുങ്ങിയത്, സോഷ്യൽ മീഡിയ താരങ്ങളുമുണ്ട്. ചിപ്പു LC ഗേൾ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശിനി ശില്പ സുരേന്ദ്രന്റെ ലാൻഡ് ക്രൂസർ കാർ കസ്റ്റംസ് പിടിച്ചെടുത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ശില്പയുടെ വാഹനം ഇടുക്കി അടിമാലിയിലെ ഗ്യാരേജിൽ നിന്നാണ് പിടികൂടിയത്. മലപ്പുറം തിരൂരിൽ നിന്നാണ് വാഹനം വാങ്ങിയതെന്നും തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നുമാണ് ശില്പിയുടെ മൊഴി. അതിനിടെ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്ന കസ്റ്റംസ് 2 ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് വിവരം. ദുൽഖറിനോടും അമിത് ചക്കാലക്കലിനോടും രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് ആവശ്യപ്പെടുന്നു. ഭൂട്ടാൻ വഴി കോടികൾ നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുങ്ഖോർ പരിശോധനയുടെ ഭാഗമായാണ് കസ്റ്റംസ് അടിമാലിയിലെത്തിയത്. തിരുവനന്തപുരം സ്വദേശിനിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശില്പ മെക്കാനിക് പണികൾക്കായി കാർ അടിമാലിയിൽ കൊണ്ടുവന്നതാണ്. 2023 സെപ്റ്റംബർ മാസത്തിൽ മലപ്പുറം തിരൂർ സ്വദേശികളായ ഡീലർമാരിൽ നിന്നാണ് ശില്പ വാഹനം വാങ്ങിയത്. അതിനു മുൻപ് കോയമ്പത്തൂർ, കർണാടക സ്വദേശികളായിരുന്നു വാഹനത്തിന്റെ ഉടമസ്ഥരെന്നാണ് വിശദീകരണം. മുൻപ് കർണാടക രജിസ്ട്രേഷൻ വാഹനമായിരുന്നു ഇത്. തിരൂർ സ്വദേശികളായ ഡീലർ
കർണാടക വാഹന വകുപ്പിൽ നിന്നുള്ള NOCയും RC ബുക്കും കാണിച്ചിരുന്നുവെന്നും ശില്പ പറഞ്ഞു. ഭൂട്ടാൻ വാഹനമാണോ എന്നറിയില്ലെന്നും തനിക്ക് മുൻപ് ഈ വാഹനത്തിന് 5 ഉടമസ്ഥരുണ്ടായിരുന്നുവെന്നും ശില്പ കസ്റ്റംസിന് മൊഴി നൽകി. മുന്നേ ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിരുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ്. KL 55 എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് എല്ലാം അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതലും വരുന്നത്. ശരിക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് കർണാടകയിൽ നിന്ന് NOC കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് ഇതിപ്പോ നമ്മൾ 5th ഓണറാണ്. ഈ 5 ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്താണ് ഇഷ്യൂ എന്ന്. കർണാടകയിലെ NOC നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. പിന്നെ KL 55 രജിസ്റ്റർ ചെയ്തു, അതും നമ്മൾ ചെക്ക് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കർണാടക സ്വദേശികൾ വാഹനം വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നും പറയപ്പെടുന്നു. ഇപ്പോഴത്തെ ഉടമസ്ഥയായ ശില്പ വാഹനത്തിന്റെ 5ാമത്തെ ഓണറാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് മെക്കാനിക്കൽ പെയിന്റിംഗ് വർക്കുകൾക്കായി ശില്പ കാർ അടിമാലിയിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. റാലി ഡ്രൈവറായ ശില്പ അധ്യാപന ജോലിയിൽ നിന്നും മിച്ചം കിട്ടിയ തുക കൂട്ടിവെച്ചാണ് തിരൂർ സ്വദേശികളിൽ നിന്നും ലാൻഡ് ക്രൂയിസർ 96 മോഡൽ കാർ 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. വാഹനം നഷ്ടമായാൽ ഇതുവരെയും താൻ കൂട്ടിവെച്ച സമ്പാദ്യം ഇല്ലാതാകുമോ എന്ന ആശങ്കയും ശില്പ പങ്കുവെക്കുന്നു. ഇപ്പം കറന്റ്ലി നമ്മളുടെ വണ്ടി ഉള്ളത് ഗാരേജിലാണ്. ഫുൾ റീസ്റ്റോറേഷന് വേണ്ടി കിടക്കുമായിരുന്നു. അതിൽ ബോഡി വർക്ക്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി. പിന്നെ മെക്കാനിക്കൽ വർക്ക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഈ മെക്കാനിക്കൽ പാർട്സ് എടുത്തതിന് തന്നെ 2 ലക്ഷം രൂപയായി. വണ്ടി എടുക്കുമ്പോൾ നമുക്ക് 15 lakhs ആണ് ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെക്കാനിക്കൽ പാർട്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് 2 lakhs ആയി. പിന്നെ ബാക്കി ഇവിടുത്തെ എക്സ്പെൻസ്. അപ്പൊ ഇതെല്ലാം നമ്മളെ പോലെയുള്ള ഒരു സാധാരണ, ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. അപ്പം സാധാരണ ആൾക്കാർ ഇത് ബെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന ഈ ഒരു വണ്ടിയിലാണ്. ശരിക്കും എനിക്ക് വേറെ ഇപ്പൊ ഈ പറയുന്ന കണക്ക് ഒരു 5-6 വണ്ടികളൊന്നും ഇതുപോലെ ഇല്ല. ഒറ്റൊരു വണ്ടിയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമാണ്. അതിനിടെ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലെന്ന് സംശയിക്കുന്ന 2 ആഡംബര കാറുകൾ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രേഖകൾ പരിശോധിക്കുന്ന മുറയ്ക്ക് ദുൽഖർ അടക്കമുള്ള RC ഉടമകൾക്ക് നോട്ടീസ് നൽകാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച ആഡംബര കാറുകൾ വാങ്ങിയവർ കസ്റ്റംസിന്റെ മാത്രം നിരീക്ഷണത്തിലല്ല. NIAയും EDയും GST വകുപ്പും പിന്നാലെ വരുന്നുണ്ട്. തട്ടിപ്പിൽ വ്യാപക കള്ളപ്പണി ഇടപാട് നടന്നതായി കണ്ടെത്തിയതോടെയാണ് മറ്റ് കേന്ദ്ര ഏജൻസികളും കേസ് അന്വേഷിക്കുന്നത്. നികുതി വെട്ടിപ്പ് കേന്ദ്ര GST വിഭാഗമാകും അന്വേഷിക്കുക. വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സംസ്ഥാനങ്ങളിലെ പോലീസിനോട് പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്താകമാനം 1000-ലേറെ വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതിൽ 200ഓളം വാഹനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. 36 കാറുകൾ മാത്രമാണ് ഇതുവരെയും കണ്ടെത്താനായത്. ബാക്കിയുള്ളവ തേടുകയാണ് അന്വേഷണ സംഘം. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചുള്ള തട്ടിപ്പിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്നാണ് വിവരം. ഇതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. നികുതി വെട്ടിപ്പ് കേന്ദ്ര GST വിഭാഗവും അന്വേഷിക്കും. എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുമെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വ്യാജരേഖകൾ ചമച്ചെന്ന പരാതി സംസ്ഥാന പോലീസിന് കൈമാറും. ഇന്ത്യൻ ആർമിയുടെ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയാണ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ എംബസി, അമേരിക്കൻ എംബസി എന്നിവയുടെയും കൃത്രിമ രേഖകൾ ഉണ്ടാക്കി. 6 മാസത്തോളം കസ്റ്റംസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. നികുതി വെട്ടിപ്പിലൂടെ എത്തിച്ച വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ളവ റദ്ദാക്കാൻ അതാത് സംസ്ഥാനങ്ങളോട് കസ്റ്റംസ് ആവശ്യപ്പെടും. 1000-ലേറെ വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ രാജ്യത്ത് എത്തിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. അതിൽ 200ഓളം വാഹനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. 36 കാറുകൾ മാത്രമാണ് ഇതുവരെയും കണ്ടെത്താനായത്. പ്രഥമദൃഷ്ട്യാ പ്രശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ട വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. നിയമ നടപടികൾ പൂർത്തിയാവുന്നതുവരെയും വാഹനങ്ങൾ ഉടമകളുടെ തന്നെ സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റാനാണ് കസ്റ്റംസിന്റെ നീക്കം. കസ്റ്റംസ് കണ്ടുകെട്ടിയ വാഹനങ്ങൾ പുറത്തെവിടെയും ഉപയോഗിക്കാതെ ഉടമകൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിരപരാധിത്വം തെളിയിച്ചാൽ വാഹനം വിട്ടു നൽകും. കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാറുകൾ കണ്ടുകെട്ടാനാണ് കസ്റ്റംസ് തീരുമാനം.
ഭൂട്ടാനിൽ നിന്നുള്ള കാർക്കടത്ത് റാക്കറ്റിന് പിന്നിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള സംഘമാണ്. ഭൂട്ടാൻ പട്ടാളത്തിന്റെ വാഹനങ്ങളാണോ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നതിൽ നിലവിൽ വ്യക്തതയില്ല. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വാഹനങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ അറസ്റ്റിലേക്ക് വരെയും പോകേണ്ടി വരും. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി വഴി എത്തിക്കുന്ന വാഹനങ്ങളിൽ സ്വർണവും മയക്കുമരുന്നുകളും കടത്തുന്നതായി റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന നടപടിയായതിനാൽ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. വണ്ടിഭ്രാന്ത് നടൻ അമിത് ചക്കാലക്കലിനുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല. ആഡംബര കാറുകളോടുള്ള ഭ്രമമാണ് താരത്തിനിപ്പോൾ കുരുക്കായത്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ച കാറുകൾ തേടിയുള്ള അന്വേഷണത്തിൽ അമിത്തിന്റെ വാഹനവും കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഒരു കാർ മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തതെന്നും താൻ കാർ കള്ളക്കടത്തുകാരനല്ലെന്നും അമിത് ചക്കാലക്കൽ പറഞ്ഞു. രേഖകൾ ഹാജരാക്കാൻ തനിക്ക് കഴിയുമെന്നും മറ്റ് കാറുകൾ തൻ്റെ ശുപാർശയിൽ ഗ്യാരേജിൽ മോഡിഫിക്കേഷന് കൊണ്ടുവന്നതാണെന്നും നടൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല. ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സാണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. തൻ്റെ പേരിലുള്ള ലാൻഡ് ക്രൂയിസർ രജിസ്റ്റർ ചെയ്തത് 1999 25 വർഷമായി ആ വണ്ടി ഇന്ത്യയിലുണ്ട്. അതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രേഖകൾ തനിക്ക് ഹാജരാക്കാൻ കഴിയുമെന്നും അമിത് ചക്കാലക്കൽ പറഞ്ഞു. ബാക്കി 6 ഗ്യാരേജിൽ നിർമ്മാണത്തിന് വേണ്ടി എത്തിച്ചതാണ്. അതിൻ്റെ ഉടമകൾ വേറെയാണ്. താനൊരു വാഹനപ്രേമിയാണ്. അതുകൊണ്ട് തന്നോട് പലരും ഇതിൻ്റെ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളിൽ സംശയം ചോദിക്കാറുണ്ട്. ചില സഹായങ്ങളും ആവശ്യപ്പെടും. അതനുസരിച്ച് പരിചയമുള്ള ഗ്യാരേജ് അവർക്ക് റെഫർ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്യാരേജ് പരിശോധിച്ചപ്പോൾ തനിക്കും നോട്ടീസ് നൽകിയത്. തൻ്റെ പരിചയത്തിലുള്ള വാഹന ഉടമകളോട് നോട്ടീസ് വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 മാസം മുൻപ് കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് രേഖകൾ ഹാജരാക്കിയിരുന്നു. ഇപ്പോൾ നടക്കുന്ന വാഹന കള്ളക്കടത്തുമായി തനിക്ക് ഒരു ബന്ധവുമില്ല. താനോ തൻ്റെ സുഹൃത്തുക്കളോ ഈ രീതിയിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുമില്ല. നടന്മാരായ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും നോട്ടീസ് നൽകിയ വാഹനങ്ങളും നിയമവിധേയമാണെന്നും തനിക്കത് വർഷങ്ങളായി അറിയാമെന്നും അമിത് ചക്കാലക്കൽ കൂട്ടിച്ചേർക്കുന്നു. ദുൽഖർ എന്നെ കുറേ വർഷങ്ങളായിട്ട് ആ വാഹനം ഉപയോഗിക്കുന്നത്. അതിൻ്റെ പഴയ ഓണറിൻ്റെ അടുത്ത് തന്നെ ഏകദേശം വർഷങ്ങൾ മുമ്പോളം ഈ വാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വർഷങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉള്ളതിന് അതാത് ഓണേഴ്സിൻ്റെ അടുത്ത് തന്നെ പ്രൂഫുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി പ്രൊസീഡ് ചെയ്ത് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു 1 മാസം 2 വർഷം കൊണ്ട് വന്നല്ല എന്നുള്ളത്. കസ്റ്റംസിന്റെ അന്വേഷണത്തോട് സഹകരിക്കാൻ വിസമ്മതിച്ചു എന്നുള്ള വാർത്തകൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണ കസ്റ്റംസ് പരിശോധനയ്ക്ക് വന്നപ്പോൾ രേഖകൾ സമർപ്പിച്ച അഭിഭാഷകൻ എത്തിയിരുന്നു. സെർച്ച് വാറന്റ് സംബന്ധിച്ച് അദ്ദേഹവും ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസമായിരുന്നു അവിടെ ഉണ്ടായത്. താനതിൽ ഇടപെട്ടിട്ടില്ലെന്നും അമിത് പറയുന്നു. പഴയ വാഹനം നന്നായി പണികൾ തീർത്ത് കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടാണ് സുഹൃത്തുക്കൾ വാഹനത്തിന്റെ പണികൾക്ക് തന്നെ ഏൽപ്പിക്കുന്നതെന്നും അമിത് ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. 100 പവനോളം സ്വർണം സൂക്ഷിച്ചിട്ടുള്ള വീട്. വീട്ടുകാരെല്ലാം പുറത്തുപോയ സമയം അവിടെ കവർച്ച നടക്കുന്നു. വീട്ടിൽ മോഷണം നടന്നതറിഞ്ഞ തിരുവനന്തപുരം വെണ്ണിയൂരിലെ ഗിൽബർട്ടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി മനസ്സ് തകർന്നാണ് അവിടെ എത്തിയത്. എന്നാൽ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, കള്ളൻ മോഷ്ടിച്ചത് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച 16 പവനും 1 ലക്ഷം രൂപയും മാത്രം. ഗിൽബർട്ടിൻ്റെ മകൻ ബെൻസന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ബാക്കി സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. സംഭവത്തിൽ മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. വെണ്ണിയൂർ സ്വദേശി ഗിൽബർട്ടിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ഇവർ പോയിരുന്നു. ഈ സമയമാണ് മോഷണം നടന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. ഗിൽബർട്ടിന്റെ ഭാര്യ വിമലകുമാരിയുടെയും മകൻ ബെൻസന്റെയും ഉൾപ്പെടെയുള്ള സ്വർണമാണ് കവർന്നത്. മകന്റെ മുറിയിലെ ലോക്കറിൽ നിന്നും സ്വർണം നഷ്ടമായി. ഇതിന്റെ കൃത്യമായ കണക്ക് പരിശോധിച്ചു വരുന്നതായി പോലീസ് പറയുന്നു.
മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. മുൻവാതിലും പിൻവാതിലും കുത്തി തുറന്നിട്ടുണ്ട്. മുറികളിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. CCTVയും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി വിഴിഞ്ഞം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു സ്ത്രീ പരാതിയുമായി സമീപിച്ചാൽ അവർക്ക് നീതി നടത്തിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പോലീസുകാർ. എന്നാൽ ഇവിടെ വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. റിസോർട്ട് മാനേജർ അപമര്യാദയായി പെരുമാറിയ കേസിൽ പരാതിയുമായി ഇടുക്കി തങ്കമണി പോലീസ് സ്റ്റേഷനിലെത്തിയ വീട്ടമ്മയ്ക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പരാതി പിൻവലിക്കാൻ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തിയതായും പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയതായും വിധവയായ വീട്ടമ്മ പറയുന്നു. കാൽവരിമൗണ്ട് സ്വദേശിനി രഞ്ജിനിയാണ് കട്ടപ്പന ഡിവൈഎസ്പിക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. കാമാക്ഷി കാൽവരി മൗണ്ട് കല്ലംബ്ലാക്കൽ രഞ്ജിനിയാണ് കട്ടപ്പന ഡിവൈഎസ്പിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. കാൽവരി മൗണ്ടിൽ പ്രവർത്തിക്കുന്ന റിസോർട്ട് മാനേജർ അപമര്യാദയായി പെരുമാറിയ വിഷയത്തിൽ തങ്കമണി പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി ആവശ്യപ്പെട്ടതായാണ് ആരോപണം. ഓഫീസിൽ വെച്ച് പരാതിയിലെ എതിർകക്ഷിയായ മാനേജറുടെയും റിസോർട്ട് ഉടമയുടെയും സാന്നിധ്യത്തിൽ കേസ് പിൻവലിക്കാൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് രഞ്ജിനി പറയുന്നത്. തങ്കമണി സ്റ്റേഷനിൽ താൻ കൊടുത്ത പരാതി അന്വേഷിക്കാതെ വന്നതോടെയാണ് വീട്ടമ്മ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിൽ പരാതി നൽകിയത്. തുടർന്ന് രാത്രി 7-ന് ശേഷം ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തുകയും 8 മണിവരെ സ്റ്റേഷനിൽ നിർത്തിയതായും ഇവർ പറയുന്നു. പരാതി വ്യാജമാണെന്നും പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി പരാതിയില്ലെന്ന് ഡിവൈഎസ്പി എഴുതി വാങ്ങിയെന്നും രഞ്ജിനി ആരോപിച്ചു. തങ്കമണി സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു, സി ഐ അടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് യാതൊരു നടപടി ഉണ്ടായില്ല. അന്നേരം ഞാൻ കട്ടപ്പന SP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിരുന്നു. അന്നേരം എന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങളെല്ലാം ഒരു പള്ളിയിൽ പോകുന്നവരല്ലേ, അയലങ്കാരല്ലേ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധമായിട്ട് കേസ് പിൻവലിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് സൈൻ ചെയ്യിക്കുകയും ചെയ്തു. 18 വയസ്സുള്ള മകളുടെ മുൻപിൽ വെച്ചാണ് റിസോർട്ടുകാർ തന്നോട് അപമര്യാദയായി പെരുമാറിയത്. ഇത് അയൽവാസികൾ നേരിട്ട് കണ്ടതായും രഞ്ജിനി പറഞ്ഞു. ആരോപണ വിധേയനായ റിസോർട്ട് ഉടമയുടെ സ്ഥലത്തിനോട് ചേർന്നാണ് രഞ്ജിനിക്ക് ആകെയുള്ള 20 സെന്റ് സ്ഥലം. ഈ സ്ഥലം റിസോർട്ട് ഉടമയ്ക്ക് വേണമെന്ന നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും രഞ്ജിനി പറയുന്നു. വസ്തു ഞങ്ങളുടെ അതുകൊണ്ട് കയ്യേറിയൊക്കെ ചെയ്തേക്കാണ് അവർ. അപ്പം ഇതിൽ ഈ അവർ ടോമിച്ചേട്ടൻ്റെ വഴിക്കൂടെ സാധനങ്ങൾ കൊണ്ടുപോകാനോ വീട് പണിയാനോ ആ ടോമിച്ചേട്ടൻ സമ്മതിക്കുന്നില്ല. അതിനകത്ത് ഇതും കാരണമാണ്. അപ്പം അവർക്കിപ്പോൾ സ്ഥലം വേണമെന്നുള്ള രീതിക്കാണ് അവർ ഞങ്ങൾ കയ്യേറി എടുത്തേക്കുകയും ചെയ്തേക്കുകയാണ് സ്ഥലം. വാസയോഗ്യമായ വീടില്ലാത്ത തനിക്ക് കാൽവരി മൗണ്ട് പള്ളിയിൽ നിന്നും വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് നിർമ്മാണ സാധനങ്ങൾ ഇറക്കുമ്പോൾ റിസോർട്ടുകാർ തടഞ്ഞു. തുടർന്ന് കാൽവരി മൗണ്ട് വിൻസെന്റ് ഡീപ്പോൾ പ്രവർത്തകർ മടങ്ങിപ്പോവുകയായിരുന്നു. ഹൃദയ സംബന്ധമായ രോഗമുള്ള തനിക്ക് നീതി ലഭിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും രഞ്ജിനി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. സമൂഹത്തിൽ വലിയ വിലയും നിലയുമുള്ള ആളുകൾക്കെതിരെ പീഡന പരാതി നൽകും. അങ്ങനെ അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കും. ചില സ്ത്രീകൾക്ക് ഇതൊരു ഹരമായിരിക്കും. എന്നാൽ ആരോപണ വിധേയനാകുന്ന വ്യക്തിയും അയാളുടെ കുടുംബവും അനുഭവിക്കുന്ന വേദനയും സങ്കടവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒരു വ്യാജ പീഡന പരാതിയിൽ ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരന് മാനഹാനി മാത്രമല്ല ഉണ്ടാക്കിയത്, അദ്ദേഹത്തിന് പല പദവികളും രാജിവെക്കേണ്ടതായി വന്നു. ഒടുവിൽ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതി വ്യാജമെന്ന് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. പരാതിക്ക് കാരണം മുൻ വൈരാഗ്യമെന്നാണ് കണ്ടെത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ 7 പരാതികളായിരുന്നു നടി നൽകിയിരുന്നത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ബന്ധപ്പെട്ട സ്റ്റേഷനുകളിൽ കേസെടുക്കുകയായിരുന്നു. നടി അഭിനയിച്ച ശുദ്ധരിൽ ശുദ്ധൻ എന്ന സിനിമയിൽ നിർമ്മാതാവിന്റെ മുറിയിലേക്ക് തന്നെ കടത്തിവിടാൻ ചന്ദ്രശേഖരൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി. എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിലാണ് റഫർ റിപ്പോർട്ട്.
കേസിൽ നിർമ്മാതാവ് 1-ാം പ്രതിയും ചന്ദ്രശേഖരൻ 2-ാം പ്രതിയുമായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. കേസ് അവസാനിപ്പിക്കണമെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിലുണ്ട്. കേസെടുത്തതിനു പിന്നാലെ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ചന്ദ്രശേഖരൻ രാജിവെച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. പറവൂരിലെ CPM നേതാവ് KJ ഷൈനെതിരെ സൈബർ ആക്രമണം നടത്തിയവരൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റുകളിട്ടവരും ഷെയർ ചെയ്തവരുമൊക്കെ ഒന്നൊന്നായി കുടുങ്ങുന്നുണ്ട്. വിദേശത്തുള്ളവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ എടപ്പാൾ സ്വദേശി യാസിറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകി. ഇപ്പോൾ വിദേശത്തുള്ള യാസിറിന് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ ഉടൻ പുറത്തിറക്കിയേക്കും. അതിനിടെ കേസിലെ മുഖ്യപ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘത്തോട് കോടതി റിപ്പോർട്ട് തേടി. 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. മറ്റൊരു പ്രതിയായ KM ഷാജഹാൻ ആലുവ സൈബർ ക്രൈം സ്റ്റേഷനിൽ ഹാജരായി മെമ്മറി കാർഡ് പോലീസിന് കൈമാറി. പറവൂരിലെ CPM നേതാവ് KJ ഷൈനിനെതിരെയുള്ള സൈബർ ആക്രമണത്തിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം തേടി പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഗോപാലകൃഷ്ണനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടത്. എറണാകുളം സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. അതേസമയം CK ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തു. അക്കൗണ്ട് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം നേരത്തെ മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ KM ഷാജഹാൻ ആലുവ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെമ്മറി കാർഡ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഷാജഹാനെ വിട്ടയച്ചു. ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഷാജഹാനെതിരെ പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധമുയർത്തി. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ എടപ്പാൾ സ്വദേശി യാസറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. യാസർ ഇപ്പോൾ വിദേശത്താണ്. ഇയാൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലർ ഉടനെ ഇറക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് 18 കൊച്ചി. തട്ടിപ്പ് നടത്തിയും മറ്റുള്ളവരെ കബളിപ്പിച്ചും മാത്രം ജീവിക്കുന്ന ചില ബിരുദന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. തട്ടിപ്പ് പണം ഉപയോഗിച്ച് ആഡംബര ജീവിതമാണ് പ്രധാന പരിപാടി. പെരുമ്പാവൂരിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ചമഞ്ഞ് ബാറുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്നയാളാണ് കോടനാട് സ്വദേശി അനൂപ്. പുല്ലുപടിയിലുള്ള ബാർ ഉടമയിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച യുവാവിനെ കുറുപ്പംപടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ പലയിടങ്ങളിലും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതായും വിവരമുണ്ട്. പുല്ലുവഴിയിലുള്ള സ്വകാര്യ ബാർ ഉടമയിൽ നിന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ചമഞ്ഞ് ഇയാൾ പണം തട്ടാൻ ശ്രമിച്ചത്. ബാർ ഉടമയെ ഫോണിൽ വിളിച്ച അനൂപ് താൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണെന്ന് പരിചയപ്പെടുത്തി. കൂടെ ജോലി ചെയ്യുന്ന ആളുടെ കുട്ടിക്ക് സുഖമില്ലെന്നും അതിനായി പണം നൽകി സഹായിക്കണമെന്നുമായിരുന്നു ആവശ്യം. ഇതിനുശേഷം ഒരു സുഹൃത്തിന്റെ ഗൂഗിൾ പേ നമ്പർ നൽകി അതിലേക്ക് പണമിടാൻ ആവശ്യപ്പെട്ടു. സംശയം തോന്നിയ ബാർ ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറുപ്പംപടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുല്ലുവഴിയിൽ നിന്ന് പ്രതിയെ പിടികൂടി. ഇയാൾ പല സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്ത പേരുകളിലായി പണം തട്ടിയിട്ടുണ്ടെന്നാണ് വിവരം. എറണാകുളം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇയാൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു. അങ്കമാലി കറുകുറ്റിയിലെ ഒരു ബാറിൽ നിന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് പണം വാങ്ങിയതായി പരാതിയുണ്ട്. ഈ പണം മറ്റൊരു സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പ്രതി വാങ്ങിയത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഈ നാട്ടിൽ പോലീസും കോടതിയും ഉള്ളപ്പോൾ നിയമം കയ്യിലെടുക്കാൻ ആർക്കാണ് അധികാരം? ഇവിടെ ചില തെറ്റായ പ്രവണത കണ്ടുവരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും നിയമത്തെ കാറ്റിൽ പറത്തി പരസ്യ വിചാരണ നടത്തുന്ന കാഴ്ച. പത്തനംതിട്ട ചെറുകോൽപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകനെ ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ചത്
CPM പ്രാദേശിക പ്രവർത്തകൻ ഉൾപ്പെടുന്ന സംഘമാണ്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായ MM വർഗീസിനെ തൊടുപുഴ സ്വദേശികളായ യുവാക്കളും CPM പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് CPM നേതൃത്വം വ്യക്തമാക്കി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വർഗീസ് പണം തട്ടിയെടുത്ത് കളിപ്പിച്ചെന്നതിൻ്റെ പേരിലാണ് തൊടുപുഴ സ്വദേശികളായ യുവാക്കൾ CPM പ്രാദേശിക പ്രവർത്തകരുമായി ചേർന്ന് മർദ്ദിച്ചതെന്നാണ് വർഗീസിൻ്റെ പരാതി. ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ചതിന് പുറമെ കയർ കഴുത്തിൽ കെട്ടി വലിച്ചിഴിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചെന്നും വർഗീസ് ആരോപിക്കുന്നു. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശികളായ യുവാക്കളിൽ നിന്നും വർഗീസ് പണം വാങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ തീർക്കേണ്ട പ്രശ്നം പ്രാദേശിക നേതൃത്വം ഏറ്റെടുത്ത് തന്നെ മർദ്ദിക്കാൻ ഒത്താശ ചെയ്തെന്നാണ് വർഗീസിൻ്റെ ആരോപണം. കോയിപ്പുറം പോലീസും മർദ്ദനത്തിന് കൂട്ടുനിന്നതായും ഇയാൾ ആരോപിക്കുന്നു. അതേസമയം വർഗീസിൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വർഗീസ് കളിപ്പിച്ചവരാണ് ചെറുകോൽപ്പുഴയിലെത്തി മർദ്ദിച്ചതെന്നും CPM വിശദീകരിക്കുന്നു. CPM പ്രവർത്തകരായ തങ്ങളാണ് വർഗീസിനെ രക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതെന്നാണ് CPM പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. രാത്രി സമയങ്ങളിൽ ആരും പോകാൻ ഭയപ്പെടുന്ന സെമിത്തേരിയിലും ഖബർസ്ഥാനിലും എത്താൻ പേടിയില്ല. തിരുവനന്തപുരം പുല്ലമ്പാറ സ്വദേശി അനുമോൻ ആ വഴിയാണ് ആരാധനാലയങ്ങളിൽ മോഷ്ടിക്കാൻ വരുന്നത്. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂട്ടിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അനുമോന് പിടിവീണു. വെഞ്ഞാറമ്മൂട്ടിലെ ക്ഷേത്രത്തിലും ഇയാൾ കാണിക്ക വഞ്ചി പൊട്ടിച്ച് പണം കവർന്നിരുന്നു. സമാനമായ 5ഓളം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ യുവാവ്. ഈ മാസം 19-ന് വെഞ്ഞാറമ്മൂട് മുസ്ലിം പള്ളിയിലാണ് മോഷണം നടന്നത്. മോഷ്ടാവ് മതിൽ ചാടിക്കടന്ന ഖബർസ്ഥാനിലെത്തി ഖബർ കുഴിക്കുന്ന കമ്പിപ്പാരയെടുത്ത് വഞ്ചി കുത്തിപ്പൊളിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. MC റോഡിന് സമീപമുള്ള വലിയ വഞ്ചിയായതുകൊണ്ട് തന്നെ ഉള്ളിൽ 15,000-ലധികം രൂപയുണ്ടായിരുന്നു. മുണ്ടിന്റെ മടക്കിൽ നോട്ടുകളും ചില്ലറയും ശേഖരിച്ചാണ് കള്ളൻ മടങ്ങിയത്. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പുല്ലമ്പാറ ആറ്റുകാട്ടക്കൽ പുത്തൻവീട്ടിൽ അനുമോൻ പിടിയിലായത്. വെഞ്ഞാറമ്മൂട് കാവറ ഭഗവതി ക്ഷേത്രത്തിലും ഇയാൾ കാണിക്ക വഞ്ചി പൊട്ടിച്ച് പണം കവർന്നിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ മാണിക്കോട് ശിവക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുൻവശമുള്ള കാണിക്ക വഞ്ചി കവർന്ന കേസ് ഉൾപ്പെടെ 5 കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നും പോലീസ് പറയുന്നു. ഇൻസ്പെക്ടർ ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഷാൻ, സജിത്ത്, ഷാജി, CPOമാരായ സിയാസ്, ശ്രീകാന്ത്, പ്രസാദ്, നജിഷ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 വെഞ്ഞാറമ്മൂട്. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് നയിച്ച കാരണം എന്താണ്? അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ സംഘത്തിന് എങ്ങനെയാണ് കോടികളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്? ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. കന്റോൺമെന്റ് ACP സ്റ്റുവർട്ട് കീലറിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. സൊസൈറ്റിയിലെ നിക്ഷേപകർ ആരെങ്കിലും പരാതിയുമായി വന്നാൽ അത് പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്യാനും തീരുമാനമുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വിവരങ്ങൾ തേടി സഹകരണ സംഘത്തിന് പോലീസ് നോട്ടീസ് നൽകി. സംഘത്തിലെ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ, സാമ്പത്തിക നില സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവയാണ് പോലീസ് തേടിയിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത്. നിക്ഷേപകരോ സഹകരണ വകുപ്പോ പരാതി നൽകിയാൽ പോലീസ് പ്രത്യേക കേസെടുക്കേണ്ടി വരും. സഹകരണ സംഘത്തിന് പ്രതിസന്ധി ഉണ്ടായിരുന്നോ എന്നും അതിലൂടെ ആരെങ്കിലും അനിലിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയോ എന്നുമാണ് നിലവിൽ നടക്കുന്ന അന്വേഷണം. പൂജപ്പുര പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഫയൽ
കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറി. അനിലിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാവും മറ്റ് തലങ്ങളിലേക്ക് അന്വേഷണം കടക്കുക. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് നൽകിയ നിർദ്ദേശം. എസ്പിയുടെ അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കാനും ആലോചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം ലഹരി എത്തിക്കാൻ പ്രത്യേക സംഘം. ലക്ഷ്യം മലയാളികളല്ല, ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. തോട്ടം, കോഴി ഫാം മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ലഹരിക്കടത്ത്. ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടത്തിയ 4 കിലോ കഞ്ചാവുമായി 2 ബംഗാൾ സ്വദേശികൾ പിടിയിലായി. കഞ്ചാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് അന്നേ ദിവസം തന്നെ തിരികെ മടങ്ങുന്നതാണ് ഇവരുടെ രീതി. ഈ സംഘത്തിലെ പ്രധാനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ വിതരണത്തിനെത്തിച്ച 4 കിലോ കഞ്ചാവുമായാണ് 2 ഇതര സംസ്ഥാന യുവാക്കളെ കാളികാവ് എക്സൈസ് പിടികൂടിയത്. വെസ്റ്റ് ബംഗാൾ കുച്ച്ബിഹാർ ജില്ലയിലെ മാതാബംഗ പനിഗ്രാം സ്വദേശികളായ ഉജ്ജാബരായി, നിൽമാദബ് ബിശ്വാസ് എന്നിവരാണ് പിടിയിലായത്. ഇരുവരിൽ നിന്നുമായി 4.145 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ബുധനാഴ്ച പുലർച്ചെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ബാഗുകളിലാക്കി എത്തിച്ച കഞ്ചാവ് എക്സൈസ് സംഘം പിടിച്ചെടുക്കുകയായിരുന്നു. അസം, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കോഴിഫാം പോലുള്ള തോട്ടമേഖലകളിലേക്ക് വിതരണം ചെയ്യുന്നതിനാണ് കഞ്ചാവ് എത്തിക്കുന്നത്. ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മയക്കുമരുന്ന് എത്തിക്കുക. അതൊന്നെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ തിരിച്ച് അടുത്ത ദിവസത്തെ ട്രെയിനിൽ പോയിക്കൊണ്ട് ഒറ്റ ദിവസത്തെ ഓപ്പറേഷൻ. നമുക്ക് അവർ വരുന്നതോ പോണതിനെ കുറിച്ച് ഒരു സൂചനയൊന്നും കിട്ടാത്തൊരു ഓപ്പറേഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അറിഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ റേഞ്ച് പാർട്ടി നിരന്തരം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെ ബംഗാളിൽ നിന്ന് വന്ന 2 പേരാണ് ഉജ്ജയ്, നിൽമാബാദ് ബിശ്വാസ് എന്ന് പറഞ്ഞ 2 പേര്. ഇവരിന്ന് ട്രെയിനിൽ ഇറങ്ങിയതാണ്. അതിനുശേഷം നാളെ രാവിലെ സപ്ലൈ ചെയ്ത് പോകാനുള്ള പരിപാടിയായിരുന്നു. ട്രെയിൻ മാർഗം ഒറ്റ ദിവസത്തേക്ക് ബംഗാൾ, ആസാം എന്നിവിടങ്ങളിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച അന്നോ തൊട്ടടുത്ത ദിവസമോ മടങ്ങുന്നതാണ് സംഘത്തിന്റെ രീതിയെന്ന് കാളികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ TC അനീഷ് പറഞ്ഞു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PK പ്രശാന്ത, പ്രിവന്റീവ് ഓഫീസർ KS അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KV വിപിൻ, N മുഹമ്മദ് ഷരീഫ, M സുനിൽകുമാർ, ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം കൊട്ടാരക്കരയിൽ അരി വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തിയ യുവാവ് 45,000 രൂപ കവർന്നു. മൂഴിക്കോട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ജയദേവന്റെ ജയ സ്റ്റോഴ്സിൽ നടന്ന മോഷണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം നഗരത്തിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായത് കൊല്ലം മാങ്ങാട് സ്വദേശിനി ഹരിത. ആലപ്പുഴയിൽ മോഷണക്കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 14 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. നിരണം സ്വദേശി സജിത്തിനെയാണ് മാന്നാർ പോലീസ് പിടികൂടിയത്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 90 ലക്ഷം രൂപയുടെ സ്വർണം പോലീസ് പിടികൂടി. 843 ഗ്രാം സ്വർണ്ണ മിശ്രിതവുമായി പിടിയിലായത് ജിദ്ദയിൽ നിന്നുമെത്തിയ മലപ്പുറം കൂരിയാട് സ്വദേശി ഫസലുർ റഹ്മാൻ. 5.3 ഗ്രാം MDMAയുമായി 2 പേരെ മലപ്പുറം മങ്കട പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് മങ്കട കടന്നമണ്ണ സ്വദേശികളായ മേലേടത്ത് ബാസിം, കണ്ണൻപറമ്പിൽ നൌഫൽ എന്നിവർ. ഇരിങ്ങാലക്കുട സ്വദേശിനിയായ 91-കാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമം നടത്തുകയും മാല കവരുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 15 വർഷം കഠിന തടവും 1,35,000 രൂപ പിഴയും ശിക്ഷ. ആലത്തൂർ സ്വദേശി വിജയകുമാറിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കോഴിക്കോട് മുക്കത്ത് ഓട്ടോ ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാർ ആക്രമിച്ചതായി പരാതി. മണാശ്ശേരി സ്വദേശി ബാബുവിനെയാണ് AC എന്ന ബസ്സിലെ ജീവനക്കാർ ആക്രമിച്ചത്.
മഴയുള്ളപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്നവർ സാധാരണക്കാരായ കാൽനട യാത്രക്കാരെയോ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെയോ ശ്രദ്ധിക്കാറുണ്ടോ? റോഡിലെ കുഴിയിലും വെള്ളക്കെട്ടിലും അടിഞ്ഞുകിടക്കുന്ന ചെളി മറ്റുള്ളവരുടെ ദേഹത്തേക്ക് തെറിപ്പിച്ചു പോകുന്ന ചില വാഹനങ്ങൾ കാണാറുണ്ട്. ആലപ്പുഴ അരൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയിലേക്കാണ്. റോഡിലെ ചെളിവെള്ളത്തിലൂടെ അതിവേഗത്തിൽ കടന്നു വന്ന കാർ സ്കൂട്ടർ യാത്രികന്റെ മേൽ ചെളിവെള്ളം തെറിപ്പിച്ചതിനെ തുടർന്നുള്ള ദൃശ്യങ്ങളാണിത്. ഇതോടെ പ്രകോപിതനായ സ്കൂട്ടർ യാത്രികൻ റോഡിലെ ചെളിവെള്ളം കോരി കാറിൻ്റെ മുകളിലൊഴിച്ച് കലിയെണ്ണ തീർത്തു. റോഡിൽ പരസ്പരം തമ്മിൽ തല്ലുകയും കൊലയും നടത്തുകയും ചെയ്യുന്ന നാട്ടിൽ ചെളിപ്രയോഗം കൊണ്ട് പ്രശ്നം പരിഹരിച്ചുവെന്ന് ആശ്വസിക്കാം. യഥാർത്ഥത്തിൽ ജനങ്ങൾ നേരിടുന്ന ഈ ദുരിതത്തിന് ദേശീയപാത അധികൃതർക്കും സർക്കാർ സംവിധാനങ്ങൾക്ക് നേരെയാണ് ചെളി വാരി എറിയേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.